30,000 രൂപ മാത്രം മാസ ശമ്പളമുള്ള ഒരാൾ അയാൾക്ക് മാസം മാറ്റി വയ്ക്കാൻ സാധിക്കുന്നത് വെറും 4,000 രൂപ. അങ്ങനെയുള്ള ഒരാൾക്ക് 2 കോടി രൂപ നേടണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ റുപ്പി മേനെ സമീപിച്ചിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ സജസ്റ്റ് ചെയ്തിരുന്നു. ആ ഫിനാൻഷ്യൽ പ്ലാൻ ഉപയോഗിച്ച് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും 2 കോടി രൂപ സമാഹരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങൾ ഈ 4,000 രൂപ കൊണ്ട് 2 കോടി രൂപ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഇനി അതല്ല, ഞാൻ പറയുന്നത് നുണയാണ് എന്നുണ്ടെങ്കിൽ കമന്റിൽ LIE ലൈവ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത അദ്ദേഹത്തിന് സാധാരണ രീതിയിലുള്ള ഒരു ജോലിയാണ്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ഇൻകം ഗ്രൂപ്പുള്ള ആളുകൾക്ക് ഉള്ളതുപോലെ 30,000 രൂപയാണ് മാസശമ്പളം. അദ്ദേഹത്തിന് മറ്റുള്ള ചെലവുകളൊക്കെ കഴിച്ച് ഏകദേശം 10,000 രൂപ ബാക്കി വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും 20,000 രൂപ അദ്ദേഹത്തിന്റെ വീട്ടു ചെലവുകൾക്കൊക്കെ ആയിട്ട് ചെലവാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ 10,000 രൂപയിൽ അദ്ദേഹത്തിന് 3 പേഴ്സണൽ ലോണുകൾ ഉണ്ട് എന്നതാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് 1,000 രൂപയുടെയും 2,000 രൂപയുടെയും 3,000 രൂപയുടെയും 3 പേഴ്സണൽ ലോണുകൾ, അതാണ് മാസം നമ്മൾ അടയ്ക്കേണ്ട തുക. അങ്ങനെ 6,000 രൂപ പേഴ്സണൽ ലോൺ അടയ്ക്കാനായിട്ട് പോയി. ഇത് കൂടാതെ ബാക്കി വരുന്ന 4,000 രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 4,000 രൂപ ബാലൻസ് എന്ന് പറഞ്ഞത്. അതിൽ 3,000 രൂപ അദ്ദേഹം 3 SIP-കളിലായിട്ട് 1,000 രൂപ വെച്ച് നിക്ഷേപിക്കുന്നുണ്ട്. അതേപോലെ 1,000 രൂപ അദ്ദേഹം ഒരു സർപ്ലസ് ആയിട്ട് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്നെ കോൺടാക്ട് ചെയ്ത ആളുടെ ഒരു സാമ്പത്തിക അവസ്ഥ. അഡീഷണൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹെൽത്ത് ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ ഒന്നും തന്നെ ഇല്ല എന്നതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കും, ഇദ്ദേഹത്തിന് എങ്ങനെ ഈ പേഴ്സണൽ ലോൺ വന്നു എന്ന്. അതിന്റെ ഒരു കാരണമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായ്മ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വന്നിട്ടുള്ള ചില മെഡിക്കൽ കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള പൈസ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോണുകളെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ 1,000, 2,000, 3,000 ഒക്കെ EMI വെച്ച് അടയ്ക്കുന്ന 3 പേഴ്സണൽ ലോണുകൾ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നത്. അതുപോലെ മറ്റുള്ള എമർജൻസി ആവശ്യങ്ങൾക്കായിട്ടുള്ള എമർജൻസി ഫണ്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രൊഫൈലുള്ള ഒരാളെ നമുക്ക് കിട്ടിയപ്പോൾ ഒരു കെയർഫുൾ ആയിട്ടുള്ള അനാലിസിസിന് ശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നാമതായിട്ട് സജസ്റ്റ് ചെയ്തത് ഈ SIP-കളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ടാണ്. 1,000 രൂപയുടെ 3 SIP-കൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 3 SIP-കളും ഉടനെ തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അതിന്റെ കാരണം എന്താ? ഇദ്ദേഹത്തിന് 12%, 13%, 14% ഒക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പേഴ്സണൽ ലോണുകൾ ഉള്ളപ്പോൾ ഈ 3,000 രൂപയുടെ SIP ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ച തീരുമാനമായിരിക്കും ഇദ്ദേഹത്തിന് ഈ ലോണുകൾ ക്ലോസ് ചെയ്യുക എന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ വലിയ ലോണുള്ള ആളാണ്, വലിയ പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ലോണുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുകിടമായിട്ടുള്ള നിക്ഷേപങ്ങൾ, ഇപ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലുള്ള നിക്ഷേപങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIP-കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് ഈ ലോണുകൾ ക്ലോസ് ചെയ്യുന്നതിനായിട്ടുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം അത് ഫോളോ ചെയ്യുകയും ചെയ്തു. അപ്പോ നമ്മളുടെ ആദ്യത്തെ ആവശ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്, എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ മെഡിക്കൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പണത്തിന് ആവശ്യം വന്നാൽ അത് നിവർത്തിക്കുന്നതിനായിട്ട് ഈ പേഴ്സണൽ ലോണുകാരെ പിന്നാലെ ഓടാതിരിക്കാനായിട്ട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം, അത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയാണ് സാധാരണ വരിക. അതല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഹോം അപ്ലയൻസ് കേടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലോൺ എടുക്കാതെ നിവർത്തിക്കാനുള്ള കാര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ഒരു ചെലവ് മീറ്റ് ചെയ്യാനുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞു കൊടുത്തത്. അതിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 6 മാസം കാലയളവുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, ബാങ്കിലെ RD-കൾ ചെയ്യുക എന്നുള്ളതാണ്. RD അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസം ഒരു നിശ്ചിത അളവിലുള്ള എമൗണ്ട് ആ പറയുന്ന കാലത്തേക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിക്ഷേപിക്കുകയും കൂട്ടുപലിശ നിരക്കിൽ ഇപ്പോഴൊക്കെ 7.5% കൂട്ടുപലിശയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ആ 7% നിരക്കിലൊക്കെ നേട്ടം നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. അപ്പൊ ഇദ്ദേഹം 6 മാസത്തേക്ക് 4,000 രൂപ വെച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ അടച്ച തുക തന്നെ 24,000 വരും. ഏകദേശം 800-900 രൂപയൊക്കെ ഇദ്ദേഹത്തിന് ഇത് പലിശയും കൂടെ കിട്ടുകയാണെങ്കിൽ ഏകദേശം 25,000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു എമൗണ്ട് കിട്ടും എന്നതാണ്. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ചെലവിനുള്ള തുക എമർജൻസി ഫണ്ടായിട്ടുണ്ടായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറുകിട പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിനായിട്ട് അത് മതിയാവും എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത്. അത് അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായാലും ഗുണം എന്താ? ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് ഈ പേഴ്സണൽ ലോണുകൾ പോലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ട് വരില്ല എന്നതാണ് അതിന്റെ ഗുണം. ഇനി അടുത്തൊരു സ്റ്റെപ്പ്, അടുത്തൊരു 6 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇതേ രീതിയിലുള്ള ഒരു
RD തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 14%, 13%, 12% ഒക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പേഴ്സണൽ ലോണുകൾ 1 by 1 ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിനായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയതിനു ശേഷം ഇദ്ദേഹം വീണ്ടും ഇതേ രീതിയിൽ RD സ്റ്റാർട്ട് ചെയ്യുകയും അടുത്ത ഒരു 6 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലോൺ പൂർണ്ണമായിട്ട് തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ 6 മാസം തീരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ലോൺ തീർത്തു. ഏറ്റവും വലിയ ലോൺ, അതായത് ഈ 3000 രൂപ അടയ്ക്കുന്ന ലോൺ തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4000 രൂപ ആദ്യമുള്ള സർപ്ലസിന് പകരമായിട്ട് ടോട്ടൽ 7000 രൂപ സർപ്ലസ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ 7000 രൂപ ഉപയോഗിച്ച് അദ്ദേഹത്തിന് അടുത്ത 2 ലോണുകൾ എളുപ്പത്തിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇതിനൊപ്പം തന്നെ അദ്ദേഹത്തോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ടേം ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും കൂടെ ചേരാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാ? നമ്മളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചെലവുകൾ ഒരു ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതിനായിട്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയുടെ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഇൻകം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് ആ ഇൻകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ വിയോഗം മൂലം അദ്ദേഹത്തിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടോ ഇദ്ദേഹത്തിന് ഈ ഇൻകം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഫാമിലിക്ക് ഒരു കോർപ്പസ് സപ്പോർട്ടിനായിട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ടിനായിട്ട് ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഈ ടേം ഇൻഷുറൻസ്. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പലരും ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നത് വളരെ ദുഃഖകരമായിട്ടൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് എമർജൻസി ഫണ്ട് ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ താങ്കൾ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ഫാമിലി ഫ്ലോട്ടർ മെഡിക്കൽ ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസ് ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ എങ്കിലും ടേം ഇൻഷുറൻസും എടുക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഒരു 1.5 വർഷം കൊണ്ട് ഡെറ്റ് ഫ്രീ ആകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്ലാൻ പ്രകാരം അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പൊ ഈ 1.5 വർഷത്തിന് ശേഷം അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1.5 വർഷം കഴിയുമ്പോൾ ഈ 4000 രൂപയ്ക്ക് പകരമായിട്ട്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ സർപ്ലസ് ആയിട്ട് 4000 രൂപയ്ക്ക് പകരമായിട്ട് ഈ 4000 രൂപ പ്ലസ് ലോണിന് അടയ്ക്കേണ്ട 1000, 2000, 3000 അടക്കം 10000 രൂപ ഇദ്ദേഹത്തിന് സേവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കി കാണും. അപ്പോൾ ആ 10000 രൂപ വളരെ കൃത്യമായിട്ട് അധികം റിസ്ക് ഒന്നുമില്ലാത്ത, എന്നാൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ വളർച്ചയ്ക്കനുസരിച്ച് വളരുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് 12% നേട്ടം കിട്ടുകയാണ്. ഓരോ മാസവും 10000 രൂപ വെച്ച് അടുത്ത 20 വർഷത്തേക്ക് ഇങ്ങനെ 12% നേട്ടത്തിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അത് കൂടാതെ ഓരോ വർഷവും ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ആനുവൽ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിൽ ഒരു വർധനവ് ഉണ്ടാവുമല്ലോ. ആ വർധനവ് ഏകദേശം ഒരു 10% ഒക്കെ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ആ 10% കൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1,99,00,000 അല്ലെങ്കിൽ 2 കോടി രൂപയോളം നേടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞത്. എമർജൻസി ഫണ്ട് ഉണ്ടാക്കലും ലോണുകൾ തീർക്കലും ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഓഹരി വിപണി പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് 12% അതിൽ കൂടുതലോ കിട്ടാനുള്ള സാധ്യതയുള്ള നിക്ഷേപ മാർഗങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അത്തരം മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിനെപ്പറ്റി നമ്മൾ 2 പുതിയ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്കാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇത് സാധാരണക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയേക്കാവുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കാം.